ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ്. രാവിലെ എഴുന്നേറ്റ് നേരെ മുറ്റമൊക്കെ തൂത്ത് അടുക്കള കയറി. ഇന്നലെ ഒരാൾ കിടക്കാൻ നേരത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയെ എനിക്ക് രാവിലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരുമോയെന്ന്. അങ്ങനെ ഞാൻ നേരെ അരിയൊക്കെ കുതിരാനിട്ട് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച്. സാധാരണ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കും, ചോറുകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നാരങ്ങ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ നേരെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് ഇട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിനകത്തോട്ട് അരിയിട്ട് എന്നിട്ട് നേരെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പോയി. ഇടിയപ്പം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ആൾ വന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ ഞാൻ നെയ്തുടുപ്പാണ് ഇടണ്ടേ, ഏത് ബണ്ണാണ് കെട്ടാൻ എടുക്കണ്ടേ, ഇതെല്ലാം ആൾ തന്നെ എടുത്തുകൊണ്ട് വെക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് ഇടയ്ക്ക് പറഞ്ഞും കൊടുക്കുന്നുണ്ടായിരുന്നു, അതെടുക്ക് ഇതെടുക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇടിയപ്പമൊക്കെ പിച്ച് നേരെ അടപ്പേ വെച്ചിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസിന് ഉള്ള അരി അപ്പത്തേക്ക് വെന്തായിരുന്നു. അത് വാർന്നെടുത്തിട്ട് ഞാൻ വേഗം ക്യാരറ്റും നമ്മുടെ ക്യാപ്സിക്കവും പിന്നെ സവാളയും ബീൻസ് ഇല്ലായിരുന്നു, ഉള്ള പച്ചക്കറിയൊക്കെ വെച്ച് ഞാൻ വേഗം കട്ട് ചെയ്ത് വേഗം ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസും ഉണ്ടാക്കി നേരെ ആളെ കുളിപ്പിച്ചെടുത്ത് മുടി കെട്ടാനായിട്ട് പോയി. മുടി കെട്ടുന്നതിനിടയ്ക്ക് ആൾ നോവുന്നമ്മയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി പെതുക്കെ ആക്കി കൊടുത്ത്. അന്നേരം ഞാൻ ചീപ്പാമ്മയെന്ന് പറഞ്ഞ് ചീപ്പടിച്ച് എൻ്റെ തലയൊക്കെ ചീപ്പി സെറ്റ് ചെയ്ത്. ഏറ്റവും വലിയ പാടുള്ള പണി എന്താണെന്ന് വെച്ചാൽ ആൾക്ക് കഴിക്കാൻ കൊടുക്കല. രാവിലെ കഴിക്കാൻ പുറകെ നടക്കണം. അവസാനം ഞാൻ ഓഫാക്കിയ ക്യാമറ ഓണാക്കി കാണിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുക, വേഗം വാ തുറക്കാൻ പറഞ്ഞു. അങ്ങനെ ആൾ ഒരു വട്ടം എനിക്ക് വാ തുറന്നു തന്നു. പിന്നെ അത്യാവശ്യമായിട്ട് കഴിച്ചിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടും ഞാൻ വേഗം ആൾക്ക് പഴം ഒരെണ്ണം എടുത്ത് പുഴുങ്ങി കൊടുത്ത്. രാവിലെ ഫ്രൈഡ് റൈസ് കൊടുത്തിട്ട് ആകെ തിന്നാൻ നല്ല മടിയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് പോയി ഞാൻ സോയാബീൻ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഇച്ചിരി ചിക്കനൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ ചിക്കനൊന്നും കൊണ്ടുപോയിക്കൂടാ. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സോയാബീൻ വറുത്തതൂടെ വെച്ച് ഒരു ഏത്തപ്പഴം നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തതൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സിനകത്ത് നമ്മുടെ ഫ്രൈഡ് റൈസും പിന്നെ കുഞ്ഞു ടിഫിൻ ബോക്സിനകത്ത് നമ്മുടെ സോയാബീനും പിന്നെ പഴം നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തതും കുപ്പിക്കകത്ത് വെള്ളം ഒഴിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ലഞ്ച് ബാഗിനകത്തും സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്ത്. അപ്പോഴത്തേക്കും ആളുടെ ബുക്ക് എടുത്ത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും സംയുക്ത ഡയറി എഴുതിയിട്ടില്ലായിരുന്നു. ഇന്നലെ എനിക്ക് നല്ല തലവേദന ആയതുകൊണ്ട് സംയുക്ത ഡയറി എഴുതിക്കാൻ പറ്റിയില്ല. അങ്ങനെ രാവിലെ എനിക്ക് സംയുക്ത ഡയറി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടടാ വണ്ടി വരുന്ന ശബ്ദം കേട്ടു. അന്നേരം അമ്മയെ വണ്ടി വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബുക്ക് അങ്ങ് മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ആളെ കൊണ്ടാക്കാനായിട്ട് പോയി. അപ്പോഴത്തേക്കും വണ്ടി തിരിച്ച് വരികയും ചെയ്തു. പിന്നെ ആളെ കയറ്റി അവളോട് പറഞ്ഞാൽ ഇന്ന് ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ രാത്രി ടെസ്റ്റ് പേപ്പറിനുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഷെൽട്ടറിൻ്റെ സ്പെല്ലിങ് എഴുതണേ, അതങ്ങ് എപ്പോഴും മറന്നു പോകുന്നതുകൊണ്ട് അത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തി കൊടുത്ത് കാറ് കയറിയിട്ട്. എന്നിട്ട് പറഞ്ഞു മക്കളെ എഴുതി കാണിച്ചാൽ മതി, വെപ്രാളമൊന്നും പിടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആളെയൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ വേഗം ജോലിക്ക് പോകാനായിട്ട് തിരിച്ചോടിയും കയറിപ്പോയിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.